നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ ജനാധിപത്യം ഇസ്ലാമിക വിരുദ്ധമാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന മൗദൂദിയുടെ വാദം അപകടകരമല്ലേ? ജനാധിപത്യത്തെ സംബന്ധിച്ച അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, അതിന് രീതിശാസ്ത്രവുമുണ്ട്. ജനാധിപത്യത്തിൻ്റെ താത്വിക അടിസ്ഥാനത്തെ ഏതൊരു ദൈവവിശ്വാസിക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതെന്താണ്? ശരിയും തെറ്റും നന്നായി മനസ്സിലാക്കണം. ശരിയും തെറ്റും, നന്മയും തിന്മയും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള പരമാധികാരം ജനങ്ങൾക്കാണ് എന്നതാണ് ജനാധിപത്യത്തിൻ്റെ താത്വിക അടിത്തറ. ഇതൊരു ദൈവവിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ശരിയും തെറ്റും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു സഹോദരന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു മുസ്ലിം എന്തായാലും സാധ്യമല്ല. ശരിയും തെറ്റും, നന്മയും തിന്മയും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും, വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന തത്വത്തെ സെയ്ദ് മൗദൂദി മാത്രമല്ല ഏതൊരു സത്യവിശ്വാസിയും നിരാകരിക്കാൻ, തള്ളിക്കളയാൻ ബാധ്യസ്ഥനാണ്. അതേസമയം ഒരു രാജ്യം ഭരിക്കേണ്ടതാണ്. ഭരിക്കേണ്ട ഏകാധിപതിയല്ല, സ്വേച്ഛാധിപതിയല്ല, പട്ടാള മേധാവിയല്ല, ചക്രവർത്തിയല്ല, രാജാവല്ല. ആരാ ഭരിക്കേണ്ടത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരിയാണ്. ഇത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. ആധുനിക ജനാധിപത്യം രൂപം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു കാലത്ത് വിശുദ്ധ പറഞ്ഞതാണിത്. വശാവിറും ഫില്ലംറെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തിരുമേനിക്ക് നിർദ്ദേശം നൽകി. കാര്യങ്ങൾ ജനങ്ങളോട് കൂടിയാലോചിച്ച് തീരുമാനിക്കണം. സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞു അംറും ഷൂറാ ബൈനഹും, കാര്യങ്ങൾ അവർ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നവരാണ്. അതിനാൽ ജനാധിപത്യത്തിൻ്റെ രീതിശാസ്ത്രമായ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കൽ, ഭരണകാര്യങ്ങൾ കൊണ്ടു നടത്തുമ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുക എല്ലാം കൂടിയാലോചനയിലായിരിക്കണം. പക്ഷേ ശരിയും തെറ്റും, നന്മയും തിന്മയും, നീതി അനീതിയും തീരുമാനിക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഇത്തരം ചില നിയന്ത്രണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ പാർലമെൻറ്റിൽ 51% ഭൂരിപക്ഷമുണ്ടായാൽ മാറ്റാൻ പറ്റാത്ത ചില നിയമങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ചില നിയമങ്ങൾ ന്യൂനപക്ഷ പ്രകാരം തീരുമാനിക്കാൻ പാടില്ല എന്നാണ്. അതിനാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 51% ഭൂരിപക്ഷമുള്ളവരിൽ മാറ്റാൻ പറ്റുകയില്ല. 3/2 ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാറ്റാവുന്ന ചില വകുപ്പുകളുണ്ട്. പാർലമെൻറ്റ് 3/2 ഭൂരിപക്ഷമുണ്ടായാലും അസംബ്ലികളുടെ പിൻബലമില്ലാതെ മാറ്റാൻ പറ്റാത്ത ഭരണഘടനാ വ്യവസ്ഥകളുമുണ്ട്. അതിൻ്റെ അർത്ഥം ചില നിയമങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ പാർലമെൻറ്റ് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് സാധാരണ നിയമങ്ങളെക്കാളേറെ മൗലികാവകാശങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അത് സാധാരണ പോലെ മാറ്റാൻ പാടില്ല, സാധാരണ സാഹചര്യത്തിൽ മാറ്റാൻ പാടില്ല. അപ്പോൾ അതേസമയം ഇസ്ലാം ഒന്നുകൂടി മുന്നോട്ട് വച്ചു, ശരിയും തെറ്റും ധർമ്മം അധർമ്മം തീരുമാനിക്കാൻ മനുഷ്യ ഒരിക്കലും അവകാശമില്ല. അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. ആദ്യത്തെ മനുഷ്യ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. ഫൈമാ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ മാർഗ്ഗദർശനം വരും. ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് പടച്ചവനാണ്. നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത് അവനാണ്. നീതി അനീതി തീരുമാനിക്കേണ്ടത് അവനാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശം ന്യൂനപക്ഷത്തിനില്ല. 51% പറഞ്ഞു മദ്യം പാടില്ല, അപ്പോൾ പാടില്ല. 42 കൂറുമാറി 51% പറഞ്ഞു മദ്യപിക്കാം. സ്വവർഗരീതി പാടില്ല എന്ന് 51% പറഞ്ഞാൽ അങ്ങനെ പല രാജ്യങ്ങളും ഇപ്പോൾ ഭൂരിപക്ഷം പറഞ്ഞു പാടില്ല, അവിടെ പാടില്ല. കുറച്ചാൾ കൂറുമാറി, ഭൂരിപക്ഷം ന്യൂനപക്ഷമായി, ന്യൂനപക്ഷം ഭൂരിപക്ഷമായി, അപ്പോഴോ സ്വവർഗരീതി പറ്റും, വ്യഭിചാരം പറ്റും. അപ്പോൾ ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രകാരം ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള പരമാധികാരം ജനങ്ങൾക്കാണെന്നതോ പാർലമെൻ്റ് ആണെന്നതോ അസംബ്ലിക്കാണെന്നോ ഉള്ള തത്വം ഒരു മതവിശ്വാസിക്കും ഒരു വിശ്വാസിക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് സനാതന മഹർഷി മുന്നോട്ട് വെച്ച മൂല്യങ്ങൾക്കാണ് സനാതന മൂല്യങ്ങൾ പറയുക. സനാതന മൂല്യങ്ങൾ ഹിന്ദു ധർമ്മത്തിൽ അടിസ്ഥാനമായി മാറിയത് അതുകൊണ്ട് തന്നെയാണ്. സനാതന ധർമ്മം ലംഘിക്കാൻ പാടില്ല എന്നാണ് ഏതൊരു മതവിശ്വാസിയുടെയും മതവിശ്വാസത്തിൻ്റെ ഭാഗം. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗം നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ്, അത് മനുഷ്യർക്കില്ല എന്നതാണ്. അതേസമയം അത്തരം നിയമങ്ങൾ വിശദാംശങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം മനുഷ്യർക്കുണ്ട്. അള്ളാഹുവിനും പ്രവാചകനും പഠിപ്പിച്ചതിന് എതിരാകാൻ പാടില്ല എന്നർത്ഥം.